അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അത് മുറിച്ചു പോകുന്ന പരിപാടിയാണ്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ആ ലെയറൊക്കെ കറക്റ്റ് ഫോമായി, നമ്മുടെ ഐസിങ്ങും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയാമല്ല, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മിക്സ് മേടിച്ചിട്ടുണ്ട്. ഇതും വിപ്പിംഗ് ക്രീം മാത്രം മതി ശരിക്കും പറഞ്ഞ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ജസ്റ്റ് ഈ ഫുൾ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിടാം. നമുക്കൊരു 3 ലെയർ കേക്ക് വേണ്ടിയുണ്ട്. ഞാനിപ്പം 2 പാക്കറ്റ് പൊടിച്ചിടുകയാണ്. ഓക്കെ, നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതിയിലുള്ള വലിയ കേക്ക് നമുക്ക് ഒരു 1 kg ഒക്കെ കേക്ക് വേണമെങ്കിൽ 2 പാക്കറ്റ് നമുക്ക് വേണം. സോ ഒരു 2 പാക്കറ്റ്സ് നമ്മൾ എടുത്തിടുകയാണ്. പെർ പാക്കറ്റ് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ 2 പാക്കറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് 4 മുട്ട നമുക്ക് വേണം. ഓക്കെ, സോ നമ്മുടെ നാടൻ കോഴിമുട്ട തന്നെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. വെള്ളം നമുക്ക് 60 ml, ഒരു പാക്കറ്റിനാണ് 60 ml. നമ്മളിപ്പോൾ 2 പാക്കറ്റ് എടുത്തതുകൊണ്ട് 120 ml ടോട്ടൽ നമ്മൾ ഒഴിക്കണം. ഓക്കെ, എണ്ണ നമുക്ക് 100 ml. നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല രീതിയിൽ നമുക്കിപ്പം ബീറ്റായി കിട്ടിയിട്ടുണ്ട് സാധനം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഈ ബാറ്റർ ഒഴിക്കുന്ന ട്രേ നമ്മൾ ഇതിൽ ഓയിൽ പുരട്ടി വെച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് നല്ല രീതിയിൽ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ബാറ്റർ നമ്മൾ ട്രെയിൽ ഒഴിച്ചതിന് ശേഷം അതിലെ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടി നമുക്കതൊന്നും തട്ടി കൊടുക്കണം. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ ഒരു 180 ഡിഗ്രി ഇട്ടിട്ട് നമ്മളത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്. ഒരു പാക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 30 മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും. നമ്മളിപ്പോൾ 2 പാക്കറ്റ് എടുത്തു, അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം 45 മിനിറ്റോളം അത് വെച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പം 180 ഡിഗ്രി ബേക്ക് ചെയ്ത് സാധനം വെളിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കി കേക്ക് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഇച്ചിരി ഭാഗം നമ്മൾ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളത് ലെയറാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഭാഗം മുറിച്ച് കളയുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള വിപ്പിംഗ് ക്രീം മേടിച്ചിട്ടുണ്ട്. അതിന് ഒന്ന് അടിച്ച് ശരിയാക്കിയിട്ട് എടുത്താൽ മതി അല്ലേ. ഓക്കെ, വിപ്പിംഗ് ക്രീമിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അത് തണുപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അത് നല്ല രീതിയിൽ ലിക്വിഡായിട്ടുള്ള ഫോമിൽ വന്നെങ്കിൽ നമുക്ക് പിന്നെ അത് ബീറ്റ് ചെയ്ത് ക്രീമാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിനകത്തും ഡയറക്റ്റ്ലി എടുക്കുവാണെങ്കിൽ അന്ന് തണുത്തതിന് ശേഷം തണുപ്പൊക്കെ മാറി അത് ലിക്വിഡായിട്ട് വന്നിട്ട് നമ്മളത് ബീറ്റ് ചെയ്യാവും.
ഞങ്ങളിവിടെ 2 കപ്പാണ് എടുത്തത്. നമുക്ക് വലിയൊരു കേക്കാണ്, അതോടൊപ്പം കുറേ ഡെക്കറേഷൻ ചെയ്യണം. അതുകൊണ്ട് 2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് സഫീഷ്യൻ്റ് ആണ്. നമ്മുടെ വിപ്പിംഗ് ക്രീമും സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് വേണം അതിന് പരട്ടാൻ വേണ്ടി. ഇപ്പോൾ ഇതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കേക്കിൻ്റെ ലെയറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ചെറിയ സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കടയിൽ ഇത് അവൈലബിൾ ആണ്. ഈ കോണിക്കലായിട്ടുള്ള പല ഷേപ്സിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിപ്പം വീട്ടിൽ തന്നെ അതിൻ്റെ ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് തന്നെ നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ് കാര്യം. അപ്പോൾ അതും വെച്ച് നമുക്ക് ഡിസൈനും ചെയ്യാം, അകത്തെ ലെയറിൽ നമുക്ക് ഫില്ലും ചെയ്യാം നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന റെഡ് വെൽവെറ്റിൻ്റെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറക്റ്റായിട്ട് റെഡിമെയ്ഡായിട്ട് നമ്മൾ കേക്ക് മിക്സും വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാരണം നമ്മളല്ലാതെ ഓരോ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം കുറഞ്ഞു പോയി, ഒരെണ്ണം കൂടിപ്പോയി, മൊത്തത്തിൽ അത് വരുന്നുണ്ടെ ചേരുവകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെ ശരിക്കും പറഞ്ഞാലും കേക്ക് ഉണ്ടായി വരുന്നുണ്ടെ പല പ്രശ്നങ്ങളായിരിക്കും. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് വരത്തേയില്ല. ആ മിക്സ് ഡയറക്റ്റ്ലി നമുക്കൊരു മിക്സും ഐസിങ് മാത്രം മതി, പിന്നെ മുട്ടയോ അതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ മാത്രം മതി. അത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ കറക്റ്റ് ഫോമായിട്ടാണ് കേക്ക് വരുന്നത്. ഓക്കെ, കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഓക്കെ, ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ വേണ്ടി വന്നു ഒരു കേക്ക് ഒന്ന് ഉണ്ടായി വരാൻ. അപ്പം നമുക്ക് ഇപ്പോൾ 1 kg കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ബർത്ത്ഡേക്കൊക്കെ ഇനിയും വെറുതെ നമ്മൾ വെളിയിൽ പോയി കേക്ക് മേടിക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കപ്പം കേക്ക് ഉണ്ടാക്കി കളയാമെന്ന് കരുതി. അത് റെഡ് വെൽവെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇതിനൊരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 1 വർഷത്തോളമായി. കഴിഞ്ഞ 23-ാം തീയതി എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് ആൻഡ് ട്രാവലിൽ. ഓക്കെ, അപ്പോൾ ഏകദേശം 1 വർഷത്തോളം. ഈ 1 വർഷത്തിൽ നമുക്ക് പല കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. നമ്മുടെ ഒരു വീഡിയോ ഏകദേശം 1,00,000 മേളിൽ ആൾക്കാർ കണ്ടു. അങ്ങനെ കുറേ നേട്ടങ്ങൾ നമുക്ക് ഈ ചാനലിൽ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓക്കെ.